ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. E20 പെട്രോളിനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ. അല്പം കൂടി അതേക്കുറിച്ച് സംസാരിക്കുകയാണ്. E20 പെട്രോള് നമുക്ക് പലർക്കും അറിയാം. അതില് എന്ത് കലർത്തിയിട്ടുണ്ട്? സ്പിരിറ്റ് കലർത്തിയിട്ടുണ്ട്. എത്ര ശതമാനം? 20% സ്പിരിറ്റ് കലർത്തിയ പെട്രോളിനെയാണ് നമ്മൾ E20 പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോ അതിനെ ചൊല്ലി ഉപഭോക്താക്കളുടെ പരാതികൾ ധാരാളമായി ഉണ്ടായി. വാഹനങ്ങൾക്ക് വരുന്ന വിയർ ആൻഡ് ടയറിനെ കുറിച്ച് പരാതികൾ ഉണ്ടായി. അത് സംഘടിത രൂപം ആർജിക്കുന്നു. ചില രാഷ്ട്രീയ സംഘടനകൾ ഈ പ്രശ്നം ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചുകൊണ്ടേയിരുന്നു. ഉപഭോക്താക്കളുടെ ഭാഗത്ത് നിന്ന് പല ഇടങ്ങളിലും ധാരാളമായി പരാതി ഉണ്ടാകുന്നതും കണ്ടു. ഇനി അത് ചില കമ്പനികൾ ഇൻഷുറൻസ് ഡിനേ ചെയ്യുമോ എന്നുള്ള ഭയവുമുണ്ട്. കാരണം 2023 മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് എന്തുള്ളൂ? ഈ E20ക്ക് അനുയോജ്യമായി വാഹന നിർമ്മാതാക്കൾ നിർമ്മിച്ചിട്ടുള്ളൂ. അതിനു മുമ്പുള്ളത് അവരുടെ തന്നെ പറയുന്ന E5നോ E10നോ ഒക്കെ കമ്പാറ്റബിൾ ആണ്, കുഴപ്പമില്ല, അതിന് ഉപയോഗിക്കാം. പക്ഷേ E20ക്ക് അനുയോജ്യമല്ല. അനുയോജ്യമായത് 2023 മുതലേ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ അതിനനുയോജ്യമല്ലാത്ത ഇന്ധനം അതിലൊഴിച്ച് കേടുവന്നാൽ ഇൻഷുറൻസ് ലഭിക്കുമോ എന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത്. ഇനി എന്താണ് ഇപ്പോഴിത് കൂടുതൽ വാർത്തയായത്? എന്തുകൊണ്ടാണ്? വാർത്തയ്ക്ക് ഒരു കൂടുതൽ ഗൗരവ സ്വഭാവം വന്നു. എന്തുകൊണ്ട്? വാഹന നിർമ്മാതാക്കളുടെ ഒരു സംഘടന തന്നെയാണ് ഇതിന് പ്രശ്നമുണ്ടെന്ന് നമ്മുടെ മാധ്യമത്തിൽ ഒരു റിപ്പോർട്ടറിൽ മീഡിയയിൽ വന്ന വാർത്തയാണ്. E20 പെട്രോൾ പണിയാകും. അതൊക്കെ നമ്മുടെ പുതിയ ഭാഷാ പ്രയോഗങ്ങളാണല്ലോ. മുന്നറിയിപ്പിന് പിന്നാലെ നിലപാടിൽ യു ടേൺ അടിച്ച്, അതും ഈ പുതിയ ഭാഷാ പ്രയോഗത്തിലുള്ളതാണ്, യു ടേൺ അടിക്കുക എന്നൊക്കെ പറയുന്നത്. എന്തുമാകട്ടെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഘടനയുണ്ട്. എന്ത് സംഘടനയാണ്? ഏതാണ് സംഘടന എന്ന് മനസ്സിലാക്കാം. വാഹന നിർമ്മാതാക്കളുടെ ഒരു സൊസൈറ്റിയാണ്. അതിന്റെ പേര് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്. മോട്ടോർ വാഹന നിർമ്മാതാക്കളുടെ സൊസൈറ്റി. അവര് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയാണ്, സൊസൈറ്റിയാണ്. അവര് നേരത്തെ കൊടുത്തിരുന്ന ഒരു കത്ത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരിന് നൽകിയിരുന്ന ഒരു കത്ത് എന്ത് ചെയ്തു? സർക്കാരിന് പെട്രോളിയം മന്ത്രാലയത്തിന് നൽകിയ കത്ത് പിൻവലിച്ചു. അവരവിടെ ചൂണ്ടിക്കാണിച്ചത്, അപ്പോൾ ഈ ഹിന്ദു പത്രത്തില് വന്ന വാർത്തയുടെ ടൈറ്റിൽ ക്ലോറൈഡ് റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ആ പ്രശ്നമുണ്ടെന്ന് കാണിച്ചു, അവർ പിൻവലിച്ചു. പിൻവലിച്ചതാണോ അതോ പിൻവലിക്കാൻ നിർബന്ധിതരായതാണോ എന്ന പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം സർക്കാർ തന്നെ ഇതിലെടുത്ത നിലപാടിന് അനുയോജ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, വാഹന നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. അപ്പോ എന്ത് ചെയ്യാ? അത് പറയാൻ സർക്കാർ തൽക്കാലം അവരെ അനുവദിക്കുന്നില്ല. വാഹന നിർമ്മാതാക്കൾക്ക് ഇതില് സർക്കാർ നിലപാടിനെതിരെ ഒരു നിലപാടുണ്ടാകേണ്ട കാര്യമില്ല. കാരണം വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? പാർട്ട് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ഘട്ടം വാഹനം തന്നെ റീപ്ലേസ് ചെയ്യുന്നതിലേക്ക് കുറച്ച് കാലം കൊണ്ട് ഒക്കെ സംഭവിക്കാം. അത് നിർമ്മാതാക്കൾക്ക് യഥാർത്ഥത്തിൽ എന്താണ്, അത് കൂടുതൽ അവരുടെ വ്യവസായത്തിന് അല്ലെ അവരുടെ വാണിജ്യത്തിനൊക്കെ സഹായകരമാണ്, വണ്ടി വിൽപ്പനയ്ക്കൊക്കെ സഹായകരമാണ്. പക്ഷെ അവര് ഇതൊരു പഠനം നടത്തിയിട്ടാണ്. അപ്പോൾ ഇത് പിൻവലിച്ചതിന്റെ കാരണം ഈ പഠനത്തിന്റെ തോത് കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലെ മറ്റു ചില പട്ടണങ്ങളിലുള്ള ചില പെട്രോൾ സാമ്പിളുകളുടെയും അവിടുത്തെ വാഹനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കുറെ കൂടി വിശദമായ പഠനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. വിശദമായ പഠനത്തിന്റെ ആവശ്യമുണ്ട് എന്നതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഈ ചോറ് വെന്തോന്ന് നോക്കാൻ അത് മുഴുവൻ പരിശോധിക്കണ്ടല്ലോ എന്നൊരു മറുവാദമൊക്കെ നമുക്ക് ഉന്നയിക്കാം. എന്തായാലും അത് ഇങ്ങനെ ഒരു സംഗതി വന്നിരിക്കുന്നു. ആര് തന്നെയാണ് പറഞ്ഞത്? ഈ വാഹന നിർമ്മാതാക്കളുടെ സംഘടന തന്നെയാണ് അത് പറഞ്ഞത് എന്നിടത്താണ് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത്. അപ്പോ അവരെന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലവണം. സോഡിയം ക്ലോറൈഡ് ഉപ്പ്, നമ്മുടെ സാധാരണ ഉപ്പ്. അപ്പൊ അതുപോലെയുള്ള പദാർത്ഥങ്ങൾക്കൊക്കെ എന്ത് പറയും? ലവണം എന്ന് നമ്മൾ പറയും. അത് പൊട്ടാസ്യം ക്ലോറൈഡോ കാൽസ്യം ക്ലോറൈഡോ എന്തായാലും നമുക്ക് ലവണം എന്ന് പറയാം. ക്ലോറൈഡ് വിഭാഗത്തിൽപ്പെട്ട ലവണം എന്ന് നമുക്ക് പറയാം. ഈ ലവണത്തിന്റെ അംശമുണ്ട്. ഇനി കുറച്ചുകൂടി നമ്മൾ ആ ഭാഷയൊന്ന് മാറ്റി പറഞ്ഞാൽ, നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ, വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കുമ്പോൾ അതിനോടൊപ്പം എന്തുണ്ട് പറയുന്നുണ്ട്? 20% നമ്മൾ സ്പിരിറ്റ് ആണ് നിറയ്ക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിറയ്ക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് ജലാംശമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു.
മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് അത് എത്രയുണ്ട് എന്നുള്ളതെടുത്ത് ചോദ്യമുള്ളൂ. ഇനി എന്താണ്, അത് മാത്രമല്ല, പെട്രോൾ ഒഴിക്കും എന്ന് പറഞ്ഞാൽ പെട്രോൾ വരുന്നു, 20% എന്ത് വരുന്നു, സ്പിരിറ്റ് വരുന്നു. അതിലെന്തുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു തരിയെങ്കിലും ഏതുണ്ട്, ഉപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ പെട്രോൾ വാഹനത്തിലേക്ക് അല്പം വീതമെങ്കിലും എന്ത് വരികയാണ്, വെള്ളവും ഉപ്പും ഓരോ തവണ പെട്രോൾ ഒഴിക്കുമ്പോഴും വരികയാണ്. അപ്പൊ വാഹനത്തിന് കേടുണ്ടാകുമോ ഇല്ലയോ എന്ന് സാധാരണ മനുഷ്യനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ പഠനം ഉണ്ടായില്ലെങ്കിൽ തന്നെ. ഇനി നമ്മൾ നേരത്തെ തന്നെ കണ്ടു, ഇതിന്റെ പ്ലാസ്റ്റിക്, ഈ റബ്ബർ പാർട്ടുകൾ, പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ കൃത്രിമ റബ്ബറുകളുണ്ട്. നമ്മൾ ഈ വാഹനത്തിന്റെ എല്ലാ പാർട്ടും നമ്മുടെ സ്വാഭാവിക റബ്ബർ അല്ല, മറ്റ് കൃത്രിമമായി റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, റബ്ബർ പോലെയുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആൻഡ് റബ്ബേഴ്സ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പോ അതിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു, ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അത് പൊതുവെ സർക്കാരും ഈ മന്ത്രിയും, ഗതാഗത വകുപ്പ് മന്ത്രിയും അംഗീകരിച്ച കാര്യമാണ്. ഇതല്ല, പുതിയ പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ വെച്ചാൽ, ഈ വാഹന നിർമ്മാതാക്കളുടെ സംഘടന 2 പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്, ക്ലോറൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രശ്നം. ഒന്ന്, കൊറോഷൻ ലിങ്ക്ഡ് വെയർ ഇൻ ഫ്യൂവൽ സിസ്റ്റം പാർട്സ് എന്നാണ്. പ്രധാനമായിട്ട് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഫ്യൂവൽ എക്സോസ്റ്റ് ഗ്യാസ് അത് റീസൈക്കിൾ ചെയ്യും. അതിലെ നൈട്രജന്റെ അംശം ഉണ്ടെങ്കിൽ അത് മാറ്റാനും, പിന്നീട് ആ എക്സോസ്റ്റ് വാതകം തന്നെ ചിലപ്പോ നമ്മൾ ഇതിനെ ഒന്ന് അല്പം റീസൈക്കിൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, സ്പീഡൊക്കെ കുറയ്ക്കുമ്പോഴേ, ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അത്രയും പെട്രോൾ കത്തണ്ട, അത്രയും ഓക്സിജന്റെ ആവശ്യമില്ല. അപ്പൊ ഈ വാതകത്തിന്റെ കുറച്ച് ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അത് റീസൈക്കിൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്. പണ്ട് കാർബറേറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിന് ചില പ്രശ്നങ്ങൾ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ ലോഹ പദാർത്ഥങ്ങൾ ദ്രവിക്കുക എന്നതിനാണ്. ഇരുമ്പ് തുരുമ്പെടുക്കും പോലെ തന്നെ, ചെമ്പ് ക്ലാവ് പിടിക്കും പോലെ തന്നെ ലോഹ പദാർത്ഥങ്ങൾക്ക് എന്തുണ്ടാകാം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലൂമിനിയം, സിങ്ക് തുടങ്ങിയ ലോഹ പദാർത്ഥങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് മെല്ലെ മെല്ലെ സംഭവിച്ച് ഇതിന് കുറച്ച് സമയം കൊണ്ടുണ്ടാകും ഈ പ്രശ്നം രൂക്ഷമായി വരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ കാര്യം സ്റ്റോളിംഗ് എന്നാണ് പറയുന്നത്. സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി മിസ്സാകുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഇത് ഫ്യൂവൽ റീഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ പെട്രോൾ അടിച്ചു, ഏതാണ്ട് തീർന്നിരിക്കുകയാണ്, പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് ഇത് കിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ അതിന്റെ കാരണം അവർ പറയുന്നത്, ജലാംശം കൂടുതലുള്ളത് കൊണ്ട് ഇത് പെട്രോളും ഇതും 2 ലെയറായി വേർതിരിയുകയും, അപ്പൊ ആ ഇഞ്ചെക്ട് ചെയ്യുന്ന കറക്റ്റ് റേഷ്യോയിൽ അത് ഇഞ്ചെക്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഉള്ളിലേക്ക്. അതാണ് അതിന്റെ കാരണം പറയുന്നത്. അപ്പൊ ഈ 2 പ്രശ്നങ്ങളാണ് ഈ വാഹന നിർമ്മാതാക്കളുടെ സംഘടന ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമ്മൾ അല്പം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന്. ഒന്ന്, ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു. ഒന്ന്, ഇതിലേക്ക് എഞ്ചിനിലേക്ക് നമ്മുടെ ഇന്ധനം ഇഞ്ചെക്ട് ചെയ്യുന്ന ഭാഗം, കാർബറേറ്റർ. അതൊരു തരത്തിലുള്ള കാർബറേറ്ററിന്റെ ഘടനയാണ്. ഇതില് എന്തുണ്ട്, ഇതില് ലോഹ പദാർത്ഥങ്ങളുണ്ട്, അലൂമിനിയത്തിന്റെ അലോയ് ഉണ്ടാവും, അനോഡൈസ്ഡ് അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ടാവും. അനോഡൈസ്ഡ് പറയുന്നത് ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോകാത്ത തരം ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് ചെയ്ത അലൂമിനിയം. സിങ്കിന്റെ അലോയ്കൾ ഉണ്ടാകാം. അപ്പോ അലൂമിനിയത്തിന്റെ സിങ്കിന്റെ അലോയ് ഉണ്ടാകാം. ഇത് രണ്ടും എന്തിന് വിധേയമാകാം, കൊറോഷന് വിധേയമാകാം. അതാണ് ഒരു പ്രശ്നം. ഇനി ഇത് കാർബറേറ്റർ, മറ്റ് പല നിലയിലുള്ള കാർബറേറ്റർ, ഇതൊരു കാർബറേറ്റർ പാർട്ടാണ്, അലൂമിനിയം പാർട്ടൊക്കെ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ്, അലൂമിനിയോ സിങ്കോ ഇതിൽ ഉണ്ടാകാം, കാർബറേറ്ററിൽ ഉണ്ടാകാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അത് ഒരു പ്രശ്നം, കാർബറേറ്ററിന്റെ പ്രശ്നം. ഇനി ഇലക്ട്രോണിക് ഇഞ്ചക്ഷന്റെ പാർട്ടായാലും അതിൽ എന്തുണ്ടാകാം, ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഇഞ്ചക്ട് ചെയ്യുന്ന പാർട്ടാണെങ്കിലും അതില് കൺട്രോൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്നേ ഉള്ളൂ. ലോഹപദാർത്ഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഒക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ കൃത്യമായി ആവശ്യത്തിനുള്ള അളവില് എന്ത് ചെയ്യുക, ഇന്ധനവും നമ്മൾ സ്പീഡ് കൂട്ടുകയോ ഗിയർ മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് എക്സോസ് ഗ്യാസിൽ എത്ര ഓക്സിജൻ, ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവുണ്ട് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അതൊക്കെ സെൻസ് ചെയ്തിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുക, ഇത് കൃത്യമായ അളവില് എന്ത് ചെയ്യുക, ഇതിനെ മിക്സ് ചെയ്യുക. അപ്പൊ അതാണ്, എന്തൊക്കെ മിക്സ് ചെയ്യും, നമ്മൾ വായുവും ഈ ഫ്യൂവലും, പിന്നെ ചിലപ്പോൾ ഇത് കുറവ് മതി
കത്തുന്നത് അത്ര അധികം ബേൺ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഫ്യൂവലും കുറച്ച്, പിന്നെ ഓക്സിജന്റെ അളവ് അത്ര ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സോസ് ഗ്യാസിനെ കുറച്ച് ഇതിലേക്ക് റീസൈക്കിൾ ചെയ്യും. എക്സോസ് ഗ്യാസ് റീസൈക്കിൾ ചെയ്യും, അല്ലെങ്കിലും അതിൽ നൈട്രജന്റെ അംശമൊക്കെ ഉണ്ട്, മാറ്റിയിട്ട് പുറത്തേക്ക് വിടുക എന്നുള്ള സംഗതിയുണ്ട്. അപ്പോ അതുണ്ട്. ഇനി ഈ പറഞ്ഞ എക്സോസ്റ്റ് വാതകങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്, അവിടുത്തെ ലോഹപദാർത്ഥങ്ങൾ, അവിടെയും ഒക്കെ എന്ത് വരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ കൊറോഷൻ പ്രശ്നം ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഉള്ള ഒരു പ്രശ്നം. അപ്പോ എക്സോസ്റ്റ് വാതകങ്ങളെ പുറത്തേക്ക് വിടുന്ന ഭാഗങ്ങളിലും ഈ കാർബറേറ്ററുകളിലും അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ലോങ് ടേം കൊറോഷനാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് യഥാർത്ഥത്തില് ഇത് വാഹന നിർമ്മാതാക്കൾ പറയാതെ ഇരുന്നത്. നമ്മൾ എഞ്ചിൻ എടുക്കുക, എഞ്ചിൻ എടുത്താൽ എന്തുണ്ടാകാം, എഞ്ചിൻ എടുത്താല് അതില് വേറെ കാര്യമുണ്ട്. എഞ്ചിൻ എടുത്താൽ അവിടെ കാസ്റ്റ് അയൺ ഉണ്ട്. കാസ്റ്റ് അയൺ ഉണ്ടെങ്കിൽ അതിനെന്ത് സംഭവിക്കാം, തുരുമ്പെടുക്കാം. അപ്പൊ എഞ്ചിനിൽ തുരുമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും, കാരണം ഇവിടെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, എന്തുണ്ട്, ജലാംശമുണ്ട്, ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാം. ഇനി എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടി. ഇപ്പൊ അലൂമിനിയം അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്, കാർബറേറ്ററിന്റെ ഭാഗമാണെന്ന് കരുതുക. അപ്പൊ അലൂമിനിയം സാധാരണഗതിയിൽ ജലവുമായിട്ട് റിയാക്ട് ചെയ്യില്ല, പക്ഷെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇത് അലൂമിനിയം അലോയ് ആണെങ്കിലും അനോഡൈസ്ഡ് അലൂമിനിയം ആണെങ്കിലും അതിന്റെ പുറത്ത് ഒരു അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അത് വളരെ ഇഴയെടുപ്പത്തോടെ ഇരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിലേക്ക് റിയാക്ഷൻ നടക്കില്ല. അലൂമിനിയത്തിന്റെ രീതി അതാണ്. നമ്മളൊരു പുതിയ അലൂമിനിയം കമ്പി പൊട്ടിച്ചാൽ അവിടെ തിളങ്ങുന്നുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ തിളക്കം മങ്ങും, പക്ഷെ പിന്നീട് ഉള്ളിലേക്ക് ആ തിളക്കം മങ്ങി പോകില്ല. അതാണ് അലൂമിനിയത്തിന്റെ ഒരു സ്വഭാവമാണത്. അപ്പൊ അലൂമിനിയത്തിന്റെ ഉള്ളിലേക്ക് റിയാക്ഷൻ നടക്കില്ല. പക്ഷെ ഈ ഉയർന്ന ടെമ്പറേച്ചറിൽ ഈ ക്ലോറൈഡ് അയോണുകൾ എന്ത് ചെയ്യാം, വളരെ ചെറുതാണ്, അതിന് ഈ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയും. ഒരിക്കൽ ക്ലോറൈഡ് അയോൺ ചെന്നാൽ നീരാവിയും ചെന്നിട്ട് അവിടെ അത് തമ്മിൽ റിയാക്ട് ചെയ്യും. പിന്നെയല്ല, ഈ റിയാക്ഷൻ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഒരു സെല്ലിൽ നടക്കുന്ന പോലെ, നമ്മുടെ ഡ്രൈ സെല്ലിൽ തന്നെ സിങ്ക് ആണ് അതിന്റെ പുറത്തെ കോട്ടിങ്, സിങ്ക് അങ്ങ് കൊറോഡ് ചെയ്ത് പോകുന്നത് പോലെയുള്ള സംഭവം അവിടെയും ഉണ്ടാകാം. അതാണ് വേറൊരു കാര്യം. അപ്പോ എന്ത് വരുന്നു, ഇത് ഇല്ലാതെയായി പോകാം, അലൂമിനിയം ദ്രവിച്ചു പോകാം. ഇതുപോലെ തന്നെ സിങ്ക് എന്തായിട്ട് മാറാം, സിങ്കിന്റെ ഓക്സൈഡ് ആയിട്ട് അതിനും ഈ ദ്രവിക്കുന്ന സംഗതി ഉണ്ടാകാം. സിങ്ക് ദ്രവിച്ചു പോകാം, അലൂമിനിയം ദ്രവിച്ചു പോകാം. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വാഹന നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. സിങ്ക് ആണെങ്കിൽ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടാകും, സിങ്കും നീരാവിയും ചേർന്നാൽ സിങ്ക് ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകും. അപ്പോ ഇത്തരം റിയാക്ഷനിലൂടെ എന്ത് വരുന്നു, ഈ ഭാഗങ്ങൾക്ക് കേടുപാട് വരും. അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ സൂചിപ്പിച്ച എഞ്ചിനിലെ കാസ്റ്റ് അയൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നീരാവിയും ഇതുകൊണ്ടെങ്കിൽ അത് തുരുമ്പെടുക്കാം. ഇനി ഈ ഡീഗ്രഡേഷൻ, സിങ്ക് ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഈ ലവണത്തിന്റെ അംശം എന്ത് ചെയ്യാം, ആ റിയാക്ഷനെ ഒരു സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന പോലെ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ പോലെ നടക്കാം. അതിന്റെ വേഗത ഈ ലവണത്തിന് വർദ്ധിപ്പിക്കാം. ഇരുമ്പ് തുരുമ്പെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്, അത് വർദ്ധിപ്പിക്കാം. ഇനി നീരാവി കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, റിയാക്ഷൻ നടക്കാം. ഇനി ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന പോലെ അത് സംഭവിക്കാം. അതും ഈ ക്ലോറൈഡിന്റെ അംശം, ലവണാംശം ഇതിനെ വർദ്ധിപ്പിക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പഴയ ഒരു സിനിമ മൂന്നാം എന്ന് പറഞ്ഞ, അപ്പൊ അവിടെ തിരയിൽ ഇങ്ങനെ കൊച്ചുമകൻ തിരയിൽപ്പെട്ട് മരിച്ചു പോകുന്ന ഒരു അപ്പൂപ്പന്റെ കഥാപാത്രമാണ് തിലകൻ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇത് കൊച്ചുമകന്റെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ആ കഥാപാത്രം ഒരു ബോർഡ് കൊണ്ടുവെക്കും സമുദ്രതീരത്തെ, ഇവിടെ തിരയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഉപ്പുകാറ്റടിക്കുന്നതാണ്, ദ്രവിച്ചു പോകും, എന്നാലും അത്ര കാലം ഇരുന്നോളട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നതായിട്ട് ഒരു സീന് ഞാൻ ഓർമ്മയിൽ വരുന്നു. അപ്പൊ ഉപ്പ് ഉണ്ടെങ്കിൽ ഈ ലോഹം ദ്രവിക്കുന്നത് വേഗത്തിലാകും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇവര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും എന്ത് പ്രശ്നമാണ്, സാരമായ പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇത് കൂടാതെയാണ് നമ്മൾ നേരത്തെ കണ്ട പ്രശ്നം. എന്താണ്? നേരത്തെ കണ്ട പ്രശ്നം ഇതിലെ റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങളുടെ പ്രശ്നമാണ്. ഇത് എഞ്ചിന്റെ കാസ്റ്റ് അയൺ പാർട്ട് ഉണ്ടാകാം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പ്രശ്നമുണ്ട്. ഇതാണ് വാഹന നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ചത്.
ഇത് നീരാവി ഉള്ളപ്പോൾ എന്ത് വരുന്നു? ചില ഈ പ്ലാസ്റ്റിക്, കൃത്രിമ റബ്ബർ ഭാഗങ്ങൾ എന്ത് വരുന്നു? ഇതിനെ അബ്സോർബ് ചെയ്യുകയും അതിന്റെ ഇലാസ്റ്റിസിറ്റി, അതിന്റെ സ്ട്രെങ്തിനൊക്കെ വ്യത്യാസം വരികയും എന്തുണ്ടാകും? അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതിന്റെ തേയ്മാനം കൂടാൻ സാധ്യതയുണ്ട്. അതിന്റെ തേയ്മാനം ഏതിനെയൊക്കെ ബാധിക്കാൻ? ലോഹപദാർത്ഥങ്ങളിലേക്ക് വരാം. അപ്പൊ അത് ഓൾറെഡി ഉണ്ടെന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ സമ്മതിച്ച കാര്യമാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വാഹനങ്ങൾക്ക് ഉണ്ടാകാം. ഇനി ഇവര് വാഹന നിർമ്മാതാക്കളുടെ സംഘടന തന്നെ എന്ത് പറഞ്ഞു? ജലാംശം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇത് പെട്രോൾ വേർതിരിയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ട് പോകാം. സ്പിരിറ്റ് നമുക്കറിയാം, ഇങ്ങനെ കരിമ്പിൻ നീരിൽ നിന്നോ, അത് കരിമ്പിൻ നീരിൽ നിന്ന് പഞ്ചസാര മാറ്റിയിട്ട് പഞ്ചസാര ആയിട്ട് അത് ക്രിസ്റ്റലൈസ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന, മാറ്റിയതിന് ശേഷമുള്ള പഞ്ചസാര ലായനി തന്നെയാണ് അവശേഷിക്കുന്നത്. ജലത്തിൽ നിന്ന് പൂർണ്ണമായി പഞ്ചസാര വേർതിരിച്ചെടുക്കാൻ കഴിയില്ല, കുറച്ച് പഞ്ചസാര അതിൽ അവശേഷിക്കും. അതിനെ എന്ത് ചെയ്യുക? ഫെർമെന്റ് ചെയ്യുന്നതുണ്ട്. ഇനി കരിമ്പിൻ നീര് നേരിട്ടും ഫെർമെന്റ് ചെയ്യാം. ഇപ്പോഴങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? പഞ്ചസാരയുടെ ഉൽപാദനത്തെക്കാൾ പ്രാധാന്യം സ്പിരിറ്റ് ഉൽപാദനത്തിന് വരുന്നതുകൊണ്ട്. ഇനി അല്ലെങ്കിൽ ധാന്യങ്ങൾ, അരിയോ ഗോതമ്പോ ഒക്കെ ഫെർമെന്റ് ചെയ്യുന്ന രീതിയും കണ്ടു. അതുകൊണ്ട് എന്തായാലും ജലം ചേർത്തിട്ടാണ്. അപ്പൊ ആ ജലത്തിൽ നിന്നാണ് ഈ ലവണാംശം വരുന്നത് എന്നാണ് ഈ സംഘടന പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കാണണം, ഇത് വേർതിരിയത്തക്ക രീതിയിൽ എന്തുകൊണ്ട് ജലാംശം ചില സാമ്പിളുകളിൽ അധികമായി, സംഘടന തന്നെ കണ്ടെത്തിയ കാര്യമാണ്. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ നിർമ്മിച്ച സ്പിരിറ്റ് ഒരു നേർത്ത ലായനിയാണ് കിട്ടുന്നത് നമുക്ക് ജലത്തിലെ. അതിനെ എന്ത് ചെയ്യാണ്? സ്വേദനം ചെയ്യുക, ഡിസ്റ്റിൽ ചെയ്യുക എന്നാണ് പറയുക. വാറ്റുക എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാല്. അത് പല തവണയായി വാറ്റിയിട്ടാണ്, ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നൊക്കെ പറയും, അതിലൊക്കെ വെച്ച് വാറ്റിയിട്ടാണ് നമ്മൾ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ആവർത്തിച്ച് വാറ്റിയാല് നമുക്ക് അതില് 95.5% വരെ പരമാവധി ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ 95 മുതൽ 96% ഇതിന്റെ ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. 95.5 വരെ ഇതിൽ നമുക്ക് കഴിയുള്ളൂ. പിന്നെ എത്ര ഡിസ്റ്റിൽ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോ അതല്ല എവിടെ ഉപയോഗിക്കേണ്ടത്? പെട്രോളിൽ ഉപയോഗിക്കേണ്ടത്. ഇതിന് ശേഷം ഇതിൽ ഒന്നുകിൽ കാൽസ്യം ഓക്സൈഡ്, അതായത് നമ്മുടെ നീറ്റുകക്ക പോലെയുള്ള വസ്തുക്കൾ, അത് ഇട്ടിട്ട് അതിനെ ജലത്തെ ആഗിരണം ചെയ്യാൻ, ഈ ആൽക്കഹോൾ ജലത്തെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ശക്തിയായി ജലത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള അത്തരം വസ്തുക്കൾ ചേർത്ത്, ആവശ്യത്തിന് ചേർത്ത് വീണ്ടും ഡിസ്റ്റിൽ ചെയ്യണം. അതുമല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്, ബെൻസീൻ പോലെയുള്ള പദാർത്ഥം ചേർത്തിട്ട് ടേണറി മിക്സർ എന്ന് പറയും, 3 എണ്ണത്തിന്റെ. അത് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ഇത് സ്പിരിറ്റിൽ നിന്ന് നമുക്ക് ജലാംശത്തെ മുഴുവൻ മാറ്റിക്കളയാൻ കഴിയും. അപ്പോ അതാണ് അങ്ങനെ അടുത്ത ഘട്ടം പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശരിക്കുള്ള സ്പിരിറ്റ്, അതായത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും, അല്ലെങ്കിൽ അൺഹൈഡ്രസ് ആൽക്കഹോൾ എന്ന് പറയും. അപ്പൊ ഇതാണ് എവിടെ ഒഴിക്കേണ്ടത്? പെട്രോളിൽ ചേർക്കേണ്ടത്. ഈ അൺഹൈഡ്രസ് ആൽക്കഹോൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് ഒഴിക്കേണ്ടത്. അതിൽ തിയററ്റിക്കലായിട്ട് 100%, പക്ഷെ 99% അധികം ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നു? ഈ പറഞ്ഞ അബ്സല്യൂട്ട് ആൽക്കഹോൾ 99.5 ഒക്കെ ആയിരിക്കും മിക്കവാറും ഒക്കെ ഉണ്ടാകുക. അതാണ് എവിടെ ചേർക്കേണ്ടത്? സ്പിരിറ്റിൽ നമ്മുടെ പെട്രോളിൽ ചേർക്കേണ്ടത്. ഇവിടെ ജലാംശം കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ ന്യായമായ സംശയമാണ് ഇവര് ചേർക്കുന്നത്. പലപ്പോഴും മിക്സിങ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എടുത്ത് മിക്സ് ചെയ്യുന്നു. കാരണം ഇതിന്റെ വിലയിൽ അന്തരമുണ്ട്. റെക്ടിഫൈഡ് സ്പിരിറ്റിന്റെയും, കാരണം ഒരു വലിയ പ്രോസസ്സ് അതിനുശേഷം കടന്നു പോകണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിൽ ചേർക്കാവുന്ന ഗ്രേഡിലുള്ളത് കിട്ടും. അപ്പോ ആ പ്രശ്നം അവിടെ ഉണ്ട്. അങ്ങനെയാകാൻ ജലാംശം കൂടുതൽ വരുന്നത്. ജലാംശം കൂടുതലുണ്ടെങ്കിൽ ലവണാംശവും കൂടുതലുണ്ടാവും. സ്വാഭാവികമാണല്ലോ, ജലത്തിലാണല്ലോ ലവണം ലയിക്കുന്നത്. അപ്പോ അതായിരിക്കാമോ കാരണമെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വാഹന നിർമ്മാതാക്കളുടെ സംഘടനയാണ് എന്ത് കണ്ടത്? സ്റ്റോളിംഗ് ഉണ്ട്, 2 ലെയറായി ഇത് തിരിയുന്നു എന്ന് പറഞ്ഞത്. 2 ലെയറായി തിരിയണമെങ്കിൽ അതിൽ ജലാംശം കൂടുതൽ വേണം. ജലാംശം കൂടുതലുള്ളപ്പോ ആണ് ആൽക്കഹോളും ജലവും കൂടി ഒരു ലെയറും പെട്രോൾ വേറൊരു ലെയറുമായി മാറുന്നത്. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ E20ക്കുണ്ട്. അപ്പൊ E20ക്കെതിരെയുള്ള സമരം അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധം
ത്തിൽ കാര്യമുണ്ട് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? വാഹന നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിരിക്കുന്നു. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, ഭരണകർത്താക്കളോട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു എന്നത് സംശയലേശമന്യേ ആ വാർത്തയിലൂടെ പുറത്തേക്ക് വരുന്നത്. നന്ദി, നമസ്കാരം.